സൈബർ ആക്രമണ കേസിൽ അറസ്റ്റിലായ രാഹുൽ ഈശ്വറിനെ 2 ദിവസത്തേക്ക് പോലീസ് കസ്റ്റഡിയിൽ വിട്ടു എന്നുള്ളതാണ് ഇന്ന് വന്ന മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത. വൈദ്യപരിശോധനയ്ക്കിടെ ദേഹാസ്വാസ്ഥ്യത്തെ തുടർന്ന് രാഹുൽ ഈശ്വറിന് അടിയന്തര ചികിത്സ ലഭ്യമാക്കി. 2 ദിവസമായി നിരാഹാരം ഇരിക്കുകയായിരുന്നല്ലോ രാഹുലിന്റെ ഓഫീസിലടക്കം എത്തിച്ച് തെളിവെടുപ്പ് നടന്നു. അതിനിടെ രാഹുൽ മാങ്കൂട്ടത്തിലിനെ പിന്തുണയ്ക്കുന്നതിൽ അഭിമാനമുണ്ട്, ഇനിയും വീഡിയോകൾ ചെയ്യും എന്നായിരുന്നു രാഹുൽ ഈശ്വറിന്റെ ഇന്നത്തെ പ്രതികരണം. അതൊന്ന് കാണാം. സത്യമാണ് പ്രധാനം. രാഹുലിന് വേണ്ടി വീഡിയോ ചെയ്യുന്ന നിർത്തണമെന്ന് എന്നോട് ആവശ്യപ്പെട്ടു. ഞാൻ പറഞ്ഞു ഇനിയും ചെയ്യുമെന്ന്. ഒരു കാര്യം കൂടെ, പോലീസ് കോടതിയിൽ കള്ളം എഴുതി കൊടുത്തു, എനിക്ക് നോട്ടീസ് തന്നു. ഞാൻ ഇന്നലെ കേട്ടില്ല. 45 ബ്രൂട്ടലായി പീഡിപ്പിച്ചു. ഇതേ കള്ളമല്ലേ മറ്റേ കുട്ടി ഇങ്ങനെ ന്യായീകരിക്കാൻ സന്തോഷമാണ്, അഭിമാനം. റഹീസ് റഷീദ് നമുക്കൊപ്പം. ഗുഡ് ഈവനിംഗ് റഹീസ് റഷീദ്. രാഹുൽ ഈശ്വറിന് 45 മണിക്കൂർ നിരാഹാരം ഇരുന്നിട്ടും ആ അഭിമാനത്തിന്റെ ആവേശം ഒട്ടും കുറഞ്ഞതായി വാക്കുകളിൽ കാണാൻ കഴിയുന്നില്ല. ഒടുവിൽ ഡ്രിപ്പിട്ട് കിടന്നതൊക്കെ കണ്ടു. ഷുഗർ ലെവലൊക്കെ താഴ്ന്നത് കൊണ്ടായിരിക്കുമല്ലേ? സുജയ, വല്ലാത്തൊരു അഭിമാനമാണ് രാഹുൽ ഈശ്വറിന് എന്ന് പറയേണ്ടി വരും. സുജയ പറഞ്ഞതുപോലെ 2 ദിവസം പച്ചവെള്ളം പോലും കുടിച്ചില്ല എന്നാണ് രാഹുൽ ഈശ്വർ പറഞ്ഞത്. അങ്ങനെ നിന്നിട്ട് പോലും അസാധാരണമായ ഒരു ശക്തി അദ്ദേഹത്തിനുണ്ട്. ഒരു പറയുന്ന വാക്കുകളിലോ നടപ്പിലോ ഇരിപ്പിലോ ഒന്നും ഒരു ബുദ്ധിമുട്ടും അദ്ദേഹത്തിന് തോന്നുന്നില്ല എന്നതാണ്. എന്തായാലും കോടതിയിൽ ഇന്ന് ഹാജരാക്കുന്ന സമയത്ത് 3 ദിവസത്തെ കസ്റ്റഡി വേണം എന്നതാണ് അന്വേഷണ സംഘം കോടതിയോട് ആവശ്യപ്പെട്ടത്. പക്ഷേ കോടതി അത് 2 ദിവസമാണ് നൽകിയത്. ഇന്നും നാളത്തേക്ക് നൽകി. നിരവധി തെളിവുകൾ ഇനിയും കണ്ടെത്താനുണ്ട് രാഹുലിന്റെ ഓഫീസിലടക്കം എന്നാണ് പറഞ്ഞത്. അതിനുശേഷം തിരിച്ച് പോലീസ് കസ്റ്റഡിയിൽ കൊണ്ടുപോകുന്നതിന് മുമ്പ് ഫോർട്ട് ആശുപത്രിയിൽ വൈദ്യപരിശോധനയ്ക്ക് കൊണ്ടുവന്നപ്പോഴാണ് രാഹുലിന്റെ ഷുഗർ കുറഞ്ഞത്. അതിനെ തുടർന്ന് ആ കോടതി വരാന്തയിലെ ഒരു ബെഡിൽ രാഹുലിനെ കിടത്തി ട്രിപ്പ് ഇടിപ്പിച്ചു. പിന്നീട് അവിടുന്ന് പോവുകയും ചെയ്തു. ഓക്കെ, വിവരങ്ങൾ നൽകിയത് റഹീസ് റഷീദാണ്.